അതെ. കണ്ടാ പറയില്ല കേട്ടോ. കണ്ടാ പറയത്തില്ല, കൊണ്ടാലേ പറയൂ. കുഞ്ഞച്ചനാണോ? കുഞ്ഞച്ചനോ? ഞാൻ കുഞ്ഞച്ചനും അല്ല, ഒന്നുമല്ല. ഞാനൊരു വഴിപോക്കനാണ്, വഴി തെറ്റി വന്നത്. ഇവിടെ തെറ്റാൻ വഴിയൊന്നുമില്ലല്ലോ. എടാ, ഞാൻ അന്യഗ്രഹ ജീവിയോ വല്ലോ ആണോ? ഇവറ്റകളൊന്നും മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത പോലെ. എന്താ പ്രശ്നം? ഓ, കുഞ്ഞച്ചനാണോ കുഞ്ഞിന്റെ അച്ഛനാണോ എന്നും ചോദിച്ചു ഈ പിള്ളേരെല്ലാം കൂടെ എന്റെ പുറകെ. കിട്ടിയെങ്കിൽ അതിൽ അഭിമാനിക്കല്ല വേണ്ടത്. അഭിമാനമൊക്കെ എനിക്ക് അകത്തുനിന്ന് നേരത്തെ കിട്ടി. അങ്കിള് ഒരു പിതാവിന്റെ ജന്മം സഫലമാവണത് എപ്പോഴാന്ന് അറിയോ? അത് അവരുടെ മക്കൾ പേരെടുക്കുമല്ലോ. അതെ അതെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ കാര്യത്തിൽ അങ്കിള് ഭാഗ്യവാനാണ്. അയ്യോ, നിന്റെയൊക്കെ നാക്കില്ലായിരുന്ന പണ്ട് കാക്ക കൊണ്ടുപോയി. A weight hanger is attached to the lower end of the spring. The spring is brought to the elastic mode by loading at the... ഇവന്മാരെന്റെ വണ്ടിക്കിട്ട് പണി വന്നു. ചോദിക്കട്ടെ? ചോദിക്കേ. എന്റെ വണ്ടിയുടെ പ്ലഗ് സ്ഥിരമായിട്ട് അഴിച്ചു മാറ്റുന്ന ആരാന്ന് എനിക്കറിയാം. തെളിവ് സഹിതം എന്റെ കിട്ടും. അപ്പൊ ഞാൻ പൊക്കിക്കോളാം. കോപ്പ് പിന്നെ പണി കൊടുക്കണം. ടീച്ചർക്ക് ഇന്നും പപ്സ് തന്നെയല്ലേ വേണ്ടത്? മതി. ഓ, റോണി സാറിനൊന്നും വേണ്ട. ഒന്ന് പോടും. ഓ, കാണാം. കഴിഞ്ഞ ഇന്റേണൽ എക്സാമിന് തോറ്റവരൊക്കെ ഒന്ന് എഴുന്നേറ്റേ. നാളത്തെ എക്സാമിന് തോക്കുന്നവരെ മോഡൽ എക്സാം എഴുതിപ്പിക്കേണ്ടെന്നാണ് പ്രിൻസിപ്പളുടെ തീരുമാനം. നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കാണ്ട് നാളത്തെ പരീക്ഷ മുടക്കാനുള്ള വല്ല പരിപാടി നോക്കി. എനിക്ക് എന്തായാലും കളി കാണാണ്ടിരിക്കാൻ പറ്റില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധമാണ്. യുദ്ധം എടാ, ഇതൊക്കെ റോൺ സാർ വെച്ച പണിയാ. പുള്ളിക്കാരന്റെ പ്രാന്തള. അല്ല, ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തൊരു ഐഡിയ ഒപ്പിക്ക്. ഇത് തന്നെയാണ് ഞാനും പറയണത്. മൗനം വിധൊരു ഭൂഷണാണ് പണ്ടാറിന്റെ. ഓ, എന്റെ പൊന്നു കുഞ്ഞാ, നീ ഇങ്ങനെ കടിച്ചപ്പെടുത്ത വാക്കൊന്നും പറയണ്ട. നീ നിന്റേതായിട്ടുള്ള ഐഡിയയില് നിനക്ക് പറ്റും, നിനക്കേ പറ്റൂ. പറ. സോപ്രാനും നോക്കണ്ട, ക്രിക്കറ്റ് കളി കണ്ടോ സംഭവം ഞാൻ സത്യമാണോ? മരപ്പെട്ടി നിന്റെ തന്ത. നീ ആരാടാ? അവന്റെ കുറെ തലതെറിച്ച കൂട്ടുകാര്. മോൻ ടി വി കണ്ടത് മതി, പോയിരുന്ന് പഠിച്ചേ. ചെല്ല്. എന്താ മനുഷ്യ, എന്താ? തളർന്നു. ഇന്നലെ ടീച്ചർ ഓൺലൈൻ പറഞ്ഞ ഞാൻ എത്ര നേരം നോക്കി. തിരക്കിലായിരുന്നോ? പിന്നെ തിരക്കും. നമ്മുടെ ചാറ്റ് ഹസ്ബൻഡ് അറിയാവുന്നത് പേടിയുണ്ടല്ലേ? പേടിയോ? എനിക്കോ? എനിക്കാരും പേടിയില്ല. പിന്നെ അല്ല, സാർ ആരെങ്കിലും പേടിക്കുന്നുണ്ടോ? ആ, എന്റെ ഭാര്യ, അവളെ കാണുന്നതിന് പേടിയാ. പിന്നെ ടീച്ചർക്ക് ആരും പേടിയില്ല. എന്തിനു പേടിക്കണം? എനിക്കിപ്പോ ആകെ പേടിയുള്ളത് തവളേനെയാ. തവളെ? നല്ല ഉപമ. എന്താ ഒരു ബഹളം? വേഗം വന്ന് ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ നോക്ക്. എന്താണ് നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം? ഒന്നുമില്ല. സ്കൂൾ വിട്ട് വന്നപ്പോ തുടങ്ങി ശ്രദ്ധിക്കുന്നതാണ്. എന്തോ കുസൃതി ഒപ്പിച്ചിട്ടുണ്ട്. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, മിണ്ടാപ്പൂച്ചയെ പോലെ. സ്കൂളിൽ പോയി തിരക്കിയാൽ അറിയാം അവന്റെ തനി കോണ. അവൻ എന്തോ കുരുത്തക്കേട് ഒപ്പിക്കാനുള്ള പണിയാണെന്നാ തോന്നുന്നത്. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ മനുഷ്യ? അവിടെ എങ്ങനെ കിടന്ന് ഉറങ്ങാൻ നോക്കാം. നീയാണ് അവനെ വഷളാക്കുന്നത്.
അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. നീ ഇപ്പൊ മോഷണം തുടങ്ങിയല്ലേ? ഇതൊക്കെ കാണുമ്പോഴാണ് വേദന കൂടുന്നത്. പെടലി എന്താ ഇത്? നാട്ടുകാർ സമ്മാനം അതോ വീട്ടുകാർ സമ്മാനം? തനിക്കുള്ള പടം ഞാൻ തരാം. ഒന്നുമില്ല, ഞാൻ ഇറങ്ങാനും കേട്ട പിന്നെ പടം ഞാൻ ചോദിക്കേണ്ടി വരും. നീ കോഞ്ചറിങ്ങണ്ട ഇല്ല കാണണ്ടേ? ഇംഗ്ലീഷോട് അടിപൊളി പടം. എനിക്ക് ഇംഗ്ലീഷ് പടം പടം ഇഷ്ടമല്ല. ഞാനൊന്നും കാണാറില്ല. പപ്സും പരിപ്പോടും. എന്തുടാ? എടാ സമയത്രടാ? ഉച്ചര എന്ത് ഷോക്കാടാ? എന്തത് ഉച്ചര? ആളെ പട്ടി വന്നടാ. കഴുത്തിലൊരു ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. അല്ലേ എന്ത് പറ്റി പറ്റി എന്ത് പറ്റി കുഞ്ഞാ? പ്ലാൻ എന്താടാ? വറുത്ത തന്ത കാരണം പ്ലാനെല്ലാം പാളിടാ. പൊട്ടി പാളിസായി. എന്ത് പറ്റി? പ്ലാൻ പൊളിഞ്ഞോ? എനിക്കറിയായിരുന്നു നിന്നെ കൊണ്ടൊന്നും ഒരു ഗുണം ഉണ്ടാവൂലെന്ന്. ഓ അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും കുഞ്ഞും 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 തന്നെ അല്ലേ? അങ്ങനെയല്ല, അയ്യോ എടാ നിനക്ക് ശരിക്കും അതോ ഓറാക്ടിങ് ആണോ? അച്ഛനൊന്ന് പേടിപ്പിക്കണം. പറ്റുമെങ്കിൽ പരീക്ഷ ഒന്ന് നോടെ എസ്കേപ്പ് ആണോ? ഒരു അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട്. സിനിമ ഒരു കിടിലം പണിയാണ്. എന്താ പ്ലാൻ ആയി പൊളിഞ്ഞില്ലേ? ഇനി പ്ലാൻ ബി. കാര്യം എന്താന്ന് പറ. കാര്യൊന്നും പറയില്ല, കണ്ടാ മതി. പ്ലാൻ എയും ബി ഒക്കെ ക്ലീശ ഉണ്ടാ പറയാനെനിക്ക് പറ. പറടാ. എന്തായാലും മെടുക്കനാണ്, എന്റെ കൂടെ ശിഷ്യനാണല്ലോ. ഒറ്റ ചവിട്ട് കിട്ടും ഒരാശ. ഇത് നീ തന്നെ വെച്ചോ. ഉപകാരം അച്ഛനോട് കൊടുക്കട്ടാ. അച്ഛനോടൊക്കെ കുറച്ച് പൊക്കം വൈകിട്ടാ. അച്ഛനെ ഞാൻ കൊടുക്കും. അപ്പൊ ഇത് വെക്കേണ്ടി വരും, സൂക്ഷിച്ചു വെക്കാം. വരണ്ട് വരണ്ട്. നടക്കുന്നു. കൊറേ നേരമായല്ലോ അവർ കാണാനില്ല. നീ ഒന്ന് പോയി നോക്കിയേ അവരോടെ അവരുണ്ട് വരുന്നുണ്ട്. പപ്സ് എടുത്ത് റെഡിക്കോ അയാൾ ഉണ്ട്. എന്താ കാണിക്കുന്നത്? കുറച്ച് കുറച്ചിരിക്കും. ആളെ കൊല്ലല്ലേട്ടാ. നീയല്ലേ നീയല്ലേ കൊളാക്കോ? അറിയാൻ പറല. ഇത് ചായ കാപ്പിയാ? അല്ലടാ ചാപ്പിയാ. നമുക്ക് ഈ ചായയും കാപ്പിയും കൊണ്ടു നടക്കുന്ന ആളല്ല. നമുക്ക് വേറെ ലെവലാണ്. പരിപാടിയാണല്ലേ. നമ്മളിതൊക്കെ കുട്ടികളുണ്ടോ? അകത്തും പുറത്തൊക്കെ ആയിട്ട് 5-6 എണ്ണം. അതിന് മുമ്പ് കല്യാണം കഴിച്ചോ? എന്തായി? പ്ലാൻ ബി പൊട്ടില്ലായിരിക്കുമല്ലോ അല്ലേ? ഇടുക്കട സാധനം പ്ലാൻ ബി പണ്ടം വരെ പുറത്തു പ്ലാൻ ബി പ്ലാൻ ബാലസുത. നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഏടാ പച്ച. എല്ലാവരും അവരവർക്ക് അറിയാവുന്ന ഉത്തരം എഴുതിയാൽ മതി. ആരെങ്കിലും കോപ്പി അടിക്കുന്ന ക്ലാസിന്റെ പുറത്തു കൊണ്ടിരും. ഞാൻ സ്റ്റാഫ് റൂം പോയിട്ട് വരാം. പിന്നെ ഇവർ രണ്ടുപേർക്ക് ഒരേ കളിയാടാ ആണെന്ന് തോന്നുന്നു. ഒരു കടിക്ക് 2 പക്ഷി. എടാ നാളെ രാവിലെ സിനിമയ്ക്ക് പോകണം. പക്ഷെ ക്ലാസ് കട്ട് ചെയ്ത് നടക്കൂല, പറ്റൂല. ക്ലാസ് കട്ട് ചെയ്ത് പോവാന്ന്. എടാ പറഞ്ഞോളൂ. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. റെഡി. കുറച്ച് പേഴ്സണലാ. എന്നോട് പറഞ്ഞോളൂ.
നിങ്ങൾ പൊക്കോ, എനിക്ക് വിഷ്ണുവിനോട് സംസാരിക്കാനുള്ളത്. നീ പോ. പോവാം. ഞാൻ വന്നോളാം. ശരി എന്നാൽ പോടാ. എന്തായിരിക്കും ഇവിടെ കാര്യം എന്തായിരിക്കും? പോരാ ആണോ? ഏയ് എന്തടി അമരോട് വെയിറ്റിംഗാ. നീ കാര്യം പറ. അത് നിന്നോട് കുറച്ചാളായി ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നു. എന്താ കാര്യം? എനിക്ക് നിന്നൊരാൾ ഇഷ്ടമാണെന്ന് പറയാൻ പറഞ്ഞു. ഇതാർന്നോ ഇപ്പൊ എന്നെ കിട്ടിയാനെ? നീ എന്താ വിചാരിച്ചേ ഞാൻ നിന്നെ പ്രേമിക്കാൻ പോവാണെന്നോ? അല്ല അങ്ങനല്ല, എന്നാലും എടാ നീ എന്റെ ബ്രോ അല്ലേടാ. എന്താ നിന്റെ അഭിപ്രായം? അത് നീ വിട്. നീ പെൺകുട്ടിയാകാൻ പറ. ഓ ചെക്കൻ്റെ ഒരു ധൃതി കണ്ടില്ലേ? അതൊക്കെ പറയാം, ചെലവുണ്ട്. നിന്റെ ഒരു ചെലവ് നീ പറ പ്ലീസ്. ആദ്യം ചെലവ്, അത് കഴിഞ്ഞാൽ പറയുള്ളൂ. നീ പറയണ്ടോ? ടീന ഡീ ടീന നിക്ക് പ്ലീസ്. നീ പറഞ്ഞിട്ട് പോ. ഡീ അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, പ്രസംഗത്തിലായാലും എഴുത്തിലായാലും ശരി, മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കുക എന്നത് ഒരു കലയാണ്. മറ്റുള്ളവരെ ആകർഷിക്കുക, മറ്റുള്ളവരെ, അതാണ് പ്രസംഗകല. അതായത് അമേരിക്കയിലെ മുൻ പ്രസിഡന്റായിരുന്ന മഹാനായ ജോൺ കെന്നഡി പറഞ്ഞു, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ എപ്പോഴും ആരുടെ കക്ഷി? ലവ് മാറ്റർ വല്ലതാണോ? മറുപടി ഉടനെ പ്രതീക്ഷിക്കുന്നു. അതായത് അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ രാജ്യത്തിന് നമുക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് വേണ്ടി രാജ്യത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അവിടെ ഒരു ലാളിത്യമുണ്ട്. ദാ, അവിടെ ലാളിത്യമുണ്ട്. എവിടെ ലാളിത്യമുണ്ട്? ഭാഷയിൽ. ഭാഷയിൽ, മലയാള ഭാഷയിൽ ലാളിത്യമുണ്ട്. മലയാള ഭാഷയിൽ ലാളിത്യമുണ്ട്. നിന്റെ കയ്യിലെന്താണ്? സ്റ്റാൻഡപ്പ്. നിന്റെ അച്ഛനാടാ പട്ടി. ചിരിക്കാൻ പറഞ്ഞില്ലല്ലോ. ഇതാരെഴുതിയ? ചോദിച്ചത് കേട്ടില്ലേ? ഇത് ആരെഴുതിയതാണെന്ന്? വിഷ്ണു ആണ്. വിഷ്ണു. വിഷ്ണു സ്റ്റാൻഡപ്പ്. ഇത് നീ എഴുതിയാണോ? ആണെന്നാ തോന്നണേ. തോന്നണം. ആണോടാ? ഇത് നീ എഴുതിയാണോന്ന് ചോദിച്ചാൻ. നിന്റെ അച്ഛനാടാ പട്ടി. ഇതെല്ലാം മലയാളം ശരിയല്ല. ഞാൻ ഇതെല്ലാം മലയാളം ശരിയല്ല. അല്ലല്ല, നിന്റെ അച്ഛനാടാ പട്ടി. ഒന്നില്ലെങ്കിൽ നിന്റെ അച്ഛൻ പട്ടി, അല്ലെങ്കിൽ നിന്റെ അച്ഛൻ ആട്. ഇത് നിന്റെ അച്ഛനാടാ പട്ടി എന്നാണ്. ഇവനെയൊക്കെ മലയാളം പഠിപ്പിക്കണ എന്നെ വേണം തല്ലാൻ. അയ്യോ വേണ്ട. അവള് പറഞ്ഞ കേട്ട് കാത്തിരിക്കണ നമ്മളാണ് മണ്ടന്മാര്. ഞാൻ ബാക്കി ടിവിയിലെ ബോക്സിംഗ് ഉണ്ട്. വിഷ്ണു നിന്റെ അച്ഛനെ തല്ലല്ല കളിയല്ലേ? എന്താണ്? എന്തടി? ടീന തരാൻ പറഞ്ഞതാ. നാളെ പറയാമെന്ന് ടീന. തീരുമാനമായില്ലേ? നമുക്ക് പോവാല്ലേ? വിഷ്ണു. ആടാ ടീന പറഞ്ഞ ആ കുട്ടിയില്ലേ, അതൊന്നല്ല ആരായിരിക്കും? നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? അറിയാടാ. ആണോ? ഒന്ന് പറടാ. സണ്ണിലിയോടാ പോയത്. ഇവന്റെ കാര്യം എന്താ കളിക്കരുത്. ചെയ്യടാ മസാജ്. നിനക്ക് എന്നാത്തിന്റെ കളിയാണ് രാത്രി ഉറങ്ങാൻ സമ്മതിക്കില്ല. എല്ലാം അയ്യേ അവന്റെ ഒരു ഉറക്കം ഒന്ന് പോടാ.
തെണ്ടി മുടി വെട്ടിയാലേ കുടിക്കുള്ളൂ. ഒരു കാര്യം ചെയ്യാം, എന്റെ കൂടി ഇപ്പൊ തന്നെ കേട്ടോ. പിടിക്ക് പിടിക്ക്. സൈലൻസ് സൈലൻസ്